ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്നൊരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ ആദ്യം തന്നെ അലക്കാനാണ് കേട്ടോ ഇടുന്നത്. അലക്കാനിട്ട് കഴിഞ്ഞാൽ അതവിടെ കിടന്ന് അലക്കി വന്നോളുമല്ലോ. അതിനുശേഷം ചോറ് വെക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ച് അരിയൊക്കെ കഴുകിയിടുന്നുണ്ട്. അതിനുശേഷം ചായ കാച്ചാനായിട്ട് തുടങ്ങണേ കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണ്? രാവിലെ ഒരു ഗ്ലാസ് പാൽ ചായ കുടിക്കാറുണ്ടോ? ഞാൻ കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പമാണ്. അപ്പോൾ അപ്പത്തിന് മാവ് ഞാൻ തലേ ദിവസം തന്നെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി അപ്പം ചുടാനായിട്ട് തുടങ്ങുകയാണ്. അപ്പമൊക്കെ ചുട്ടെടുക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 2 ചട്ടി വെച്ചിട്ടാണ് കേട്ടോ ചുടാറ്. അങ്ങനെ 2 അടുപ്പിൽ വെച്ച് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് റെഡിയാകും. ഒന്നിലൊഴിച്ച് ഒന്ന് ചുറ്റിച്ച് വരുമ്പോഴത്തേക്കും അടുത്തത് വെന്തിട്ടുണ്ടാവും. അങ്ങനെ അപ്പം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസത്തെ ബീഫ് കറി കുറച്ചിരിപ്പുണ്ട്, അതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. തലേ ദിവസത്തെ ബീഫ് കറിയും വെള്ളപ്പവും പിന്നെ കട്ടൻ ചായ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാവിലത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോഴത്തേക്ക് ഇവിടെ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചോറ് വാർത്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മാന്തൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് വിട്ട് കിട്ടാനുണ്ട്. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് അലക്കി കഴിഞ്ഞതൊന്ന് വിരിച്ചിടലാണ്. അപ്പോൾ അത് ഓരോന്നായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. തുണികളൊക്കെ വിരിച്ചിട്ട് വന്നതിന് ശേഷം കുറച്ച് വെണ്ടക്ക മെഴുക്കുരുട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെണ്ടക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മളുടെ മാന്തളിൻ്റെ ഐസൊക്കെ വിട്ട് വന്നിട്ടുണ്ടാവും. ഇനി കുറച്ച് തേങ്ങ ചിരുകിയെടുക്കുന്നുണ്ട്. മീൻ കറി വെക്കാനായിട്ടാണ് കേട്ടോ. ചിരുകിയത് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചുവന്നുള്ളി 2-3 ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഈ വാളംപുളി അല്ലെങ്കിൽ ഉണ്ടപ്പുളി എന്നൊക്കെ ഇവിടെ പറയും കേട്ടോ. ഓരോരുത്തരുടെ നാട്ടിലെന്താ പറയുന്നതെന്നറിയില്ല. അപ്പോൾ അങ്ങനെ പുളി എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള അത്രയും പുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഉപ്പിട്ട് പിന്നെ നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള ആ പുളി വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അത് മൂടി ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വെണ്ടക്ക മെഴുക്കുരുട്ടിയത് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായി വന്നപ്പോൾ കടുക് പൊട്ടിച്ചെടുത്തിട്ടാണ്. ഇനി ഇതിലേക്ക് അരിഞ്ഞ വെച്ച സവാള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയും വേപ്പിലേക്കൊന്ന് വാടി വരട്ടെ. അപ്പോഴത്തേക്ക് ഇവിടെ അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനതിലേക്ക് മാന്തൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2-3 തിളക്കുമ്പോഴത്തേക്കും വേകുമല്ലോ. ഇവിടെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ഇടിച്ച മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടക്ക ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇവിടെ ഇത് നല്ലപോലെ 2-3 തിളയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വെച്ചാൽ നമ്മളുടെ മാന്തൾ കറി റെഡിയായി. അപ്പോൾ അത് മൂടി വെച്ച് സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഇടയ്ക്ക് ഞാൻ ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് അതും നോക്കും, ഇടയ്ക്ക് ഇതും നോക്കും. അങ്ങനെ
ഇത് ഒരുവിധം വേവായിട്ടുണ്ട്, കുറച്ചും കൂടി വേകാനുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പാത്രമൊക്കെ കഴുകിയെടുക്കണേ കേട്ടോ. അപ്പോൾ അടുപ്പത്ത് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വന്ന് പാത്രം കഴുകാൻ പറ്റുന്ന പണികളാണെങ്കിൽ പാത്രം കഴുകി എടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അത്ര ഭാരം തോന്നൂലല്ലോ. അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് കഴുകാനാണെങ്കിൽ ഒരുപാടാകും പാത്രം കഴുകൽ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ കുറേശ്ശെ കഴുകുന്നുണ്ട്. ഇടയ്ക്ക് വന്ന് വെണ്ടയ്ക്ക ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് വന്ന് ഇളക്കും, പിന്നെ പാത്രം കഴുകും. അങ്ങനെ ആയിട്ട് നമ്മുടെ വെണ്ടയ്ക്ക ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. തലേ ദിവസത്തെ മീൻകറി കുറച്ച് ബാലൻസ് ഉണ്ട്, അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അടുക്കളയിലുള്ള എല്ലാ പണികളും കഴിഞ്ഞു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.